വാർത്തകൾ വിശദമായി. മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ഭക്തി നിർഭരം. തിരുനാൾ ആഘോഷങ്ങളുടെ ഭാഗമായി വനമാതാവിന്റെ തീർത്ഥ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങുകളിൽ പങ്കെടുത്തത് ആയിരങ്ങളായി. ജില്ലയിലെ പ്രധാന മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 88ാം പ്രതിഷ്ഠാ തിരുനാൾ ആഘോഷത്തിന് വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിക്ക് പാലക്കാട് രൂപത ബിഷപ്പ് എമിരിറ്റസ് മാർ ജേക്കബ് മനത്തോടത്തിന്റെ കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലി, ലതീഞ്ഞ്, നൊവേന എന്നീ തിരുകർമ്മങ്ങളോടെയാണ് തുടക്കമായത്. ശനിയാഴ്ച രാവിലെ 6 മണിക്കുള്ള ദിവ്യബലിക്ക് ശേഷം കുടുംബ കൂട്ടായ്മകളിലേക്കുള്ള കിരീടം എഴുന്നള്ളിപ്പുകൾക്ക് തുടക്കമായി. വൈകിട്ട് 5-ന് രാമനാഥപുരം രൂപത ബിഷപ്പ് മാർ പോൾ ആലപ്പാട്ടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ കിരീട സമർപ്പണത്തിനും നേർച്ചകൂട്ടിന്റെ ആശീർവാദത്തിനും ശേഷം ദിവ്യബലി അർപ്പണവുമുണ്ടായി. രാത്രി 10 മണി മുതൽ കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകൾ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിച്ചു. തുടർന്ന് തേര് മത്സരവും ബാൻഡുവാദ്യ മത്സരവും അരങ്ങേറി. ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ രാവിലെ 5:30-നും 7-നും 8:30-നും ദിവ്യബലികൾ നടന്നു. രാവിലെ 10:30-ന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ വിനിൽ കുരിശുത്തറ മുഖ്യ കാർമ്മികനായി. ഡോക്ടർ ഫ്രാൻസിസ് എലുവത്തിങ്കൽ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ സ്റ്റീഫൻ അറക്കൽ സഹകാർമ്മികനായി. വൈകിട്ട് 6 മണിക്ക് ഇടവക ദേവാലയത്തിൽ ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി വർഗീസ് ഇടത്തട്ടേൽ കാർമ്മികത്വം വഹിച്ച് ദിവ്യബലിയും തുടർന്ന് തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുമുണ്ടായി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്ന കിരീടം എഴുന്നള്ളിപ്പ് രാത്രി 9 മണിയോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി സമാപിക്കും. തുടർന്ന് വർണ്ണമഴ, മെഗാ ബാൻഡുമേളം എന്നിവ അരങ്ങേറും. തിങ്കളാഴ്ച രാവിലെ 7 മണിക്ക് തീർത്ഥാടന കേന്ദ്രത്തിൽ ജലന്ധർ രൂപത ബിഷപ്പ് എമിരിറ്റസ് മാർ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ റാസ കുർബാനയും സമർപ്പിത സംഗമവും നടക്കും. വൈകിട്ട് 7-ന് നാടകാവതരണമുണ്ടാകും. ചൊവ്വാഴ്ച പ്രവാസി കൂട്ടായ്മയുടെയും തിരുനാൾ കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സെലിബ്രിറ്റി ഗാനമേളയുണ്ടാകും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ, സഹവികാരി ഫാദർ ജിയോ വേലൂക്കാരൻ, കൈക്കാരൻ ഷാജ് കെ സൈമൺ, CK ജോയ്, MJ ജോഷി, CT സ്പാർട്ടക്സ്, ജനറൽ കൺവീനർ സെബി തോമസ് എന്നിവർ നേതൃത്വം നൽകി.